സംസ്ഥാനം തെരഞ്ഞെടുപ്പ് ചൂടിലാണ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന ദിവസമായി ഇന്ന് സ്ഥാനാർത്ഥികളെല്ലാം തന്നെ പത്രികാ സമർപ്പണം നടത്തുകയും ചെയ്തു. പതിവ് തെറ്റിക്കാതെ ഇക്കൊല്ലവും സ്ഥാനാർത്ഥികൾക്ക് തലവേദനയായി അപരന്മാരും കളം പിടിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട 3 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പേരിനോട് സാമ്യമുള്ളവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതോടെ വോട്ട് ചോർച്ച തടയാനുള്ള ഓട്ടപ്പാച്ചിലാണ് മുന്നണികൾ. വട്ടിയൂർക്കാവിലെ LDF സ്ഥാനാർത്ഥി VK പ്രശാന്തിനെതിരെ K പ്രശാന്ത് എന്ന അപരൻ പത്രിക നൽകി. വോട്ടർമാർക്ക് പേര് മാറിപ്പോകാനുള്ള സാധ്യത കണക്കിലെടുത്ത് പ്രചാരണത്തിൽ ചിഹ്നം കൃത്യമായി ബോധ്യപ്പെടുത്താനാണ് LDFന്റെ നീക്കം. അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്ന G സുധാകരനുമുണ്ട് ഒരപരൻ. പാതിരാപ്പള്ളി സ്വദേശി സുധാകരനാണ് G സുധാകരനെതിരെ പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. G സുധാകരന്റെ പേരിന്റെ കൂടെ വെറും സുധാകരൻ കൂടി ബാലറ്റിൽ വരുന്നത് തലവേദനയാകും. അതേസമയം മഞ്ചേശ്വരം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി AKM അഷ്റഫിനാണ് ഏറ്റവും കൂടുതൽ അപരന്മാരുള്ളത്. 3 അഷ്റഫുമാരാണ് ഇവിടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. KM അഷ്റഫ് SDPI സ്ഥാനാർത്ഥി, മുഹമ്മദ് അഷ്റഫ് ധർമ്മത്തുടുക്ക സ്വദേശി സ്വതന്ത്രൻ, മുഹമ്മദ് അഷ്റഫ് KA കീഴൂർ സ്വദേശി സ്വതന്ത്രൻ തുടങ്ങിയവരാണ് AKM അഷ്റഫിന് തലവേദനയായിരിക്കുന്നത്. അപരന്മാരുടെ സാന്നിധ്യം വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധ്യതയുള്ളതിനാൽ ചിലപ്പോൾ ഇത് പരാജയത്തിന് വഴിവെച്ചേക്കാം. ചെറിയ വോട്ടുകളുടെ വ്യത്യാസത്തിൽ ഫലം മാറിമറിയുന്ന മണ്ഡലങ്ങളിലായിരിക്കും ഒരുപക്ഷെ ഇത്തരത്തിലുള്ള അപരന്മാരുടെ സാന്നിധ്യം വെല്ലുവിളിയാകുക. അതുകൊണ്ട് തന്നെ വളരെ കരുതലോടെയാണ് മുന്നണികൾ അപരന്മാരെ നേരിടുന്നത്. വോട്ടിംഗ് മെഷീനിൽ സ്ഥാനാർത്ഥിയുടെ പേരിനൊപ്പം ഫോട്ടോയും ചിഹ്നവും ഉണ്ടെങ്കിലും പേരിന്റെ സാമ്യം വോട്ടർമാരിൽ ചെറിയൊരു ആശയക്കുഴപ്പം സൃഷ്ടിക്കാനിടയുണ്ട്. കഴിഞ്ഞ പല തെരഞ്ഞെടുപ്പുകളിലും അപരന്മാരുടെ സാന്നിധ്യം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്.